ആയിരക്കണക്കിന് വർഷത്തെ ഒരു ചരിത്രമുണ്ട് ഇന്ത്യക്കും ഇറാനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്. അഖിമെനീഡ് എന്ന് പറയുന്നൊരു സാമ്രാജ്യം, അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ, അത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യേണ്ടത് പേർഷ്യൻ സാമ്രാജ്യമാണ്. ഈ അഖിമെനീഡ് എന്ന് പറയുന്നൊരു സാമ്രാജ്യം ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന സമയത്ത് തന്നെ അന്നത്തെ ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് നമുക്കറിയാവുന്നതുപോലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ മൗര്യ സാമ്രാജ്യവുമായിട്ട് ഇറാൻ അടുത്ത ബന്ധത്തിലായിരുന്നു. ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത് ഇറാൻ എന്ന് പറയുന്നത് അവരുടെ അധീനതയിലാവുന്നുണ്ട്. ആ സമയത്തും ഇന്ത്യയുമായിട്ട് നല്ല ടേംസിലായിരുന്നു. ഇന്ത്യയിലെ രാജാക്കന്മാരുമായിട്ട് നല്ല ടേംസിലായിരുന്നു. വലിയ ചരിത്രമുണ്ട് ഈ ഇറാൻ ഇന്ത്യ റിലേഷന്. സോറോആസ്ട്രിയൻ എന്ന് പറയുന്ന ഒരു മതം, ഒരു സംസ്കാരം ഇറാനിൽ നിലനിന്നിരുന്നു. ഈ ഇറാൻ ഇസ്ലാമിക രാജ്യമാവുന്നതിന് മുമ്പ് സോറോസ്ട്രിയൻ എന്ന് പറയുന്ന ഒരു ഒരു മതമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ പാഴ്സികൾ, ശരിക്കും പേർഷ്യൻസ് ആയിട്ടുള്ള ഇന്ന് ഇന്ത്യയിൽ ഉൾപ്പെടെ താമസിക്കുന്ന പാഴ്സികൾ എന്ന് പറയുന്നത് ഈ സോറോസ്ട്രിയൻ എന്ന് പറയുന്ന മതവിശ്വാസികളാണ്. 7-ാം നൂറ്റാണ്ടോടുകൂടി 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് ഒക്കെ ആവുന്ന സമയത്താണ് പതിയെ പതിയെ ഇസ്ലാമിക രാജ്യമായിട്ട് ഒക്കെ ഇറാൻ മാറുന്നത്. ഷിയ ഭൂരിപക്ഷമുള്ള ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ഒരു പുതിയ ഇറാന് തുടക്കമാവുന്നത് അപ്പോഴാണ്. അതിനു മുമ്പ് വരെ പാഴ്സികൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സോറോസ്ട്രിയൻസ് ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. അവരെ മതവിശ്വാസം എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇസ്ലാമിക രാജ്യമായതിനു ശേഷവും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. പിന്നീട് ഈ ഷായുടെ കാലഘട്ടത്തിലാണ് ആ ഒരു ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാവുന്നത്. ഷാ പാകിസ്ഥാനെയും അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്തു. പലപ്പോഴും ഇന്ത്യയെ ചതിച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരായി പാകിസ്ഥാനെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് വീണ്ടും ഇന്നത്തെ ഇസ്ലാമിക ഭരണകൂടം അവിടെ വന്നതിന് ശേഷം പല വിഷയങ്ങളിലും അവരുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോഴും ഇന്ത്യയുമായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് അവർ തുടർന്നു പോയത്. ഇത് ഞാനിവിടെ പറയാൻ കാരണം പാകിസ്ഥാനെ കുറിച്ച് ചിലത് പറയാൻ കൂടി വേണ്ടിയാണ്. ഈ പാകിസ്ഥാനും ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ, അപ്പോൾ ഉറപ്പായിട്ടും ഇറാനുമായിട്ട് നമ്മൾ സഹകരണം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ പാകിസ്ഥാനും അതിൽ ഉൾപ്പെടുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഉസ്ബെക്കുകളുടെ ഒക്കെ ആക്രമണത്തെ പ്രതിരോധിക്കാനായിട്ട് എല്ലായ്പ്പോഴും ഇന്ത്യയിലെ രാജാക്കന്മാരും ഇറാനികളും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ അനാവശ്യമായ യുദ്ധങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്നിപ്പോ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ കഴിയൂ. ഒന്ന്, ഇറാന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഇസ്രായേലിന് നേരെ ആണവായുധ ഭീഷണി മുഴക്കുക, അനാവശ്യമായിട്ട് വിമത ഗ്രൂപ്പുകളെയും മിലിറ്റന്റ് ഗ്രൂപ്പുകളെയും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി അനാവശ്യമായിട്ട് ഇറാൻ വരുത്തി വെച്ചൊരു യുദ്ധം തന്നെയാണ്. അതിൽ ഒരു തർക്കവുമില്ല. അനാവശ്യമായിട്ട് ഇറാൻ വരുത്തി വെച്ചതാണ്. ഇനി ഇസ്രായേലിന്റെ കാര്യം പറഞ്ഞാൽ അവർ ഇറാനെ ഭയപ്പെടുന്നുണ്ട്. ഇറാൻ ഒരു ആണവ രാഷ്ട്രമായി കഴിഞ്ഞാൽ തങ്ങളുടെ ജനതയ്ക്കും രാജ്യത്തിനും ഒരു ഭീഷണിയാകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഈ ഭയത്തെ നന്നായിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. അതിന് അമേരിക്കയുടെ താല്പര്യങ്ങൾ അവിടെയുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പല രൂപത്തിലാണ് പലരെ ഉപയോഗിക്കുന്നത്. അമേരിക്ക ഇന്ത്യ ഉപയോഗിക്കാൻ ശ്രമിച്ചു ചൈനയ്ക്കെതിരായിട്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു വരാലിനെ പോലെ വഴുതിപ്പോയി. അതുകൊണ്ട് അമേരിക്കയുടെ ശ്രമം നടന്നില്ല. ഇന്ത്യ ചൈന പ്രശ്നം നടക്കുമ്പോൾ ട്രംപ് സഹായിക്കണോ എന്ന് ചോദിച്ചു വന്നപ്പോൾ വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് മോദി പറഞ്ഞു. അത് കാരണമാണ് അമേരിക്കയ്ക്ക് ഇടപെടാൻ കഴിയാതെ പോയത്. ഇന്ത്യ അമേരിക്ക കണ്ടത് ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളായിട്ടാണ്. പാകിസ്ഥാനെ അമേരിക്ക കണ്ടത് ഇന്ത്യക്കെതിരെയും അഫ്ഗാനിസ്ഥാനെതിരെയും വേണ്ടി വന്നാൽ ഇറാനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളായിട്ടാണ്. ഇസ്രയേലിനെ അമേരിക്ക കണ്ടത് മിഡിൽ ഈസ്റ്റിന്റെ ഗാർഡിയൻ ആയിട്ടാണ്. അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അമേരിക്കയുടെ പ്രോക്സി ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു 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 സാമന്ത രാഷ്ട്രമായിട്ടാണ് ഇസ്രയേലിനെ അമേരിക്ക കണ്ടത്. മിഡിൽ ഈസ്റ്റ് അമേരിക്കയ്ക്ക് ഇസ്രയേലിലൂടെ കൺട്രോൾ ചെയ്യണം. ഇത്തരത്തിൽ അമേരിക്ക ഓരോ രീതിയിലാണ് അവരുടെ താല്പര്യങ്ങൾ ഓരോ റീജിയണിൽ നടപ്പിലാക്കുന്നത്. ഇവിടെ ഇപ്പോഴും പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്നത് അമേരിക്കയെക്കാൾ പവർഫുൾ ആണെന്നൊക്കെയാണ്. ഈവൻ ഇന്ത്യയുടെ അത്ര പോലും ഇസ്രയേൽ പവർഫുൾ അല്ല എന്ന് ഇവിടെ പലർക്കും അറിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ്. ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന വാഹനമാണെങ്കിൽ ആ വാഹനത്തിന് ഇന്ധനം കൊടുക്കുന്നത്. അതായത് ഇസ്രയേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ഇസ്രയേലിന്റെ കൈവശമുള്ള പല സാങ്കേതിക വിദ്യയും ഒക്കെ അമേരിക്കയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇസ്രയേലിന്റെ കയ്യിൽ ആണവായുധമുണ്ട്. ഈ ആണവായുധം ഒന്നുകിൽ അമേരിക്ക കൊടുത്തതായിരിക്കാം, ഇല്ലെങ്കിൽ ഇസ്രയേലിനെ ആണവായുധം ഉണ്ടാക്കാൻ അമേരിക്ക സഹായിച്ചതായിരിക്കാം. അതാണ് യാഥാർത്ഥ്യം. ഇസ്രയേൽ വളരെ പവർഫുൾ ആണ്. ജൂതന്മാര് വളരെ ഇന്റലിജന്റ് ആണ്. അവരിൽപ്പെട്ട പലരും വളരെ സ്മാർട്ടാണ്, ബ്രില്യന്റ് ആണ്. പക്ഷേ ഇസ്രയേലിനേക്കാൾ എത്രയോ പവർഫുൾ ആണ് അമേരിക്ക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്രായേൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അതിൽ ഒരു തർക്കവുമില്ല. അമേരിക്കയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ ഇസ്രായേലിനെ നമുക്ക് വിശ്വസിക്കാം. കാരണം അവർ നന്ദിയുള്ള മനുഷ്യരാണ്. അവർക്ക് ഒരിക്കൽ നമ്മൾ അഭയം കൊടുത്തതിന്റെ നന്ദി ഇന്നും ഈ രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ഈ കോണ്ടിനെന്റിലെ മനുഷ്യരോടും അവരുടെ തലമുറയിൽപ്പെട്ടവരോടും ഇസ്രായേൽ ജനതയ്ക്കുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഇസ്രായേലിനോടുള്ള ഒരു ബന്ധം. നമ്മളെ പല ആപത് ഘട്ടങ്ങളിലും ഇസ്രായേലും സഹായിച്ചിട്ടുണ്ട്. ഇറാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ ഇന്ത്യയുമായിട്ട് ചരിത്രപരമായി തന്നെ ബന്ധമുണ്ട്.
ഇന്നത്തെ ഇറാൻ ഭരണകൂടവും ഇന്ത്യയുമായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മൾ നിസ്സഹായരായിട്ട് നിൽക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന കഴുകൻ ചതിയന്മാരാണ് പാകിസ്ഥാനികൾ. ഇസ്ലാമിക സമൂഹത്തിനെ വിറ്റ് കാശാക്കുന്ന, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് സത്യത്തിൽ ഇസ്ലാമിക സമൂഹത്തിനെ ഒറ്റുകൊടുക്കുന്നവരാണ് പാകിസ്ഥാനികൾ. എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ, അവരുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. റീസെന്റ് ആയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പഹൽഗാമിന്റെ ഇഷ്യൂസിനെ തുടർന്ന് നമ്മളൊക്കെ കേട്ടതാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് ആയിട്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ വൃത്തികേടുകളും തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞത് പാകിസ്ഥാനിലെ മന്ത്രിയാണ്, നമ്മളാരുമല്ല. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം എന്തൊക്കെ വൃത്തികേടുകളാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് അന്വേഷിച്ചാൽ അറിയാം. ഒന്ന്, അഫ്ഗാനിസ്ഥാനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്ത ചതി, അത് ഇസ്ലാമിക സമൂഹത്തിനോട് ചെയ്ത ചതിയല്ലേ? 2, ഈ അഫ്ഗാനിസ്ഥാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെ മണ്ണ് പകുത്തു നൽകിയ ചതി. പാകിസ്ഥാന്റെ മിലിറ്ററി ബേസുകൾ, എയർ ബേസുകൾ, ഇതെല്ലാം പണം വാങ്ങിക്കൊണ്ട് അമേരിക്കയ്ക്ക് കൊടുത്തു. അവിടെ നിന്നുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനെതിരെ അമേരിക്ക യുദ്ധം ചെയ്തത്. അഫ്ഗാനിസ്ഥാനെ ഒരു പരിധിവരെ തകർത്തത് അമേരിക്കയുടെ പാകിസ്ഥാൻ സഹായത്തോടെ നടത്തിയ ആ നീക്കങ്ങളായിരുന്നു. അവിടം കൊണ്ട് അവസാനിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യങ്ങളെയും, അത് ഇറാഖിനെ ആയിക്കോട്ടെ, അത് സിറിയയെ ആയിക്കോട്ടെ, ഓരോ രാജ്യങ്ങളെയും മിഡിൽ ഈസ്റ്റിൽ തകർക്കുന്നതിന് എല്ലായ്പ്പോഴും പാകിസ്ഥാൻ മിലിറ്ററിയും പാകിസ്ഥാൻ ചാര സംഘടനയും ഒക്കെ അമേരിക്കയ്ക്കൊപ്പം തന്നെ നിന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എന്തിനാണ് പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫിനെ ട്രംപ് വിളിച്ച് അത്താഴം ഉണ്ണുന്നത്, മാമൂട്ടി വിട്ടത് എന്തിനാണെന്ന് ആലോചിച്ചാൽ മതി. അത്താഴം കൊടുത്ത് വിട്ടതിന്റെ കാര്യം എന്താണ്? വലിയൊരു തുക പാകിസ്ഥാന്റെ മിലിറ്ററിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. വലിയൊരു തുക, ഒരുപക്ഷെ അവർ സ്വപ്നം കാണാത്ത അത്രയും വലിയ തുക ബിസിനസ്സുകാരനായ ട്രംപ് ഓഫർ ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇറാനെ ഒറ്റുകൊടുക്കണം. അതായത് ഇതിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് ഈ ട്രംപിനോട് കൃത്യമായി മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിലിറ്ററി ചീഫിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്, അസീം മുനീറിന്റെ വരവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ട്രംപ് പറഞ്ഞത്, നമ്മളെക്കാൾ കൂടുതൽ ഇറാനെ കുറിച്ച് അവർക്ക് നന്നായിട്ടറിയാം, തീർച്ചയായിട്ടും ഞങ്ങൾ പലതും സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? ഇസ്ലാമിന് വേണ്ടി മുതല കണ്ണീരാണ് പാകിസ്ഥാൻ ഒഴുക്കുന്നത് എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? പാകിസ്ഥാന്റെ പ്രശ്നം ഒന്ന്, ആണവായുധം പാകിസ്ഥാന്റെ കയ്യിലല്ലാതെ മറ്റൊരു രാജ്യത്തിന്റെ കയ്യിൽ ഉണ്ടാവരുത്. ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കേണ്ടത് തങ്ങളാണെന്ന് പാകിസ്ഥാൻ കരുതുന്നു. വേറൊരു രാജ്യത്തിന് അത് കിട്ടരുത്, അത് ഇറാൻ ആയാൽ പോലും. 2, ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഒരുപാട് ശത്രുതയുണ്ട്, ഒരുപാട് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 3, ഇപ്പോഴത്തെ ഇറാന്റെ ഭരണകൂടം പാകിസ്ഥാനെ തീരെ വകവയ്ക്കാത്തൊരു ഭരണകൂടമാണ്. ഇന്ത്യയുമായിട്ടാണെങ്കിൽ നല്ല ബന്ധവുമുണ്ട്. ചാബഹാർ പോർട്ട് അടക്കം ഇന്ത്യക്ക് നൽകിയതിൽ പാകിസ്ഥാന് കടുത്ത അതൃപ്തിയുണ്ട്. പഴയ ഷായുടെ മകനാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് വളരെ ഗുണം ചെയ്യും. ആ പഴയ ബന്ധം പുതുക്കിയെടുക്കാം, വീണ്ടും ഇറാനുമായി കൂട്ടുകൂടാം, ഇഷ്ടം പോലെ എണ്ണ കിട്ടും. കാരണം ഇറാൻ എണ്ണ ധാരാളമുള്ള രാജ്യമാണ്. സൗജന്യമായി വേണമെങ്കിലും ഷായുടെ മകൻ കൊടുക്കും, തിരിച്ച് അധികാരത്തിൽ വരാൻ പാകിസ്ഥാൻ കൂടി സഹായിച്ചാൽ. അപ്പോൾ ആവശ്യം പോലെ എണ്ണ കിട്ടും, തടസ്സമില്ലാതെ കിട്ടും ഇറാനിൽ നിന്ന്. മറ്റൊന്ന്, സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ എല്ലാ വഴികളും അടയ്ക്കാം. ഒന്ന്, നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാനാണ് നമ്മുടെ വഴിയായിരുന്നത്. പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ തെറ്റിയതോടെ സെൻട്രൽ ഏഷ്യയിലേക്ക് മറ്റു വഴികൾ നമ്മുടെ മുമ്പിലില്ല. പിന്നെ ഉള്ളത് ഇറാനാണ്. ഇറാനിലൂടെ നമ്മൾ അഫ്ഗാനിസ്ഥാൻ വഴി നമ്മുടെ ചരക്ക് നീക്കം നടത്താമെന്ന നമ്മുടെ സ്വപ്നങ്ങൾക്ക് എന്നേക്കുമായി തടയിടുക എന്നത് പാകിസ്ഥാന്റെ ഒരു ലക്ഷ്യമാണ്. അതായത് നമ്മൾ അവർക്കുള്ള വെള്ളം കൂടി ഇപ്പോൾ തടഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നമ്മളെ എങ്ങനെയൊക്കെ നമുക്ക് പണി തരാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് പണിയുക എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത്. പക്ഷെ അതിനവർ ചെയ്യുന്നത് സ്വന്തം, അവർ തന്നെ എപ്പോഴും പറയുന്ന സമൂഹത്തെ, അവരുടെ സമുദായത്തെ, അവരുടെ വിശ്വാസത്തെ ഒറ്റുകൊടുക്കുകയാണ്. അമേരിക്കയ്ക്ക് മുമ്പിൽ സത്യത്തിൽ പാകിസ്ഥാൻ ഇസ്ലാമിക സമൂഹത്തെയും ഇറാനെയും ഒറ്റുകൊടുക്കുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വിഷയം മറ്റൊന്നാണ്. നമ്മളത് കാണേണ്ടത് ആ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയാണ്. പക്ഷെ ഇവിടെ പാകിസ്ഥാന്റെ റോൾ എന്താണ്? ഇപ്പൊ ഇന്ത്യ ഒന്നിനും ഇവിടെ നിൽക്കുന്നുണ്ട്. 2 പേരും നമ്മുടെ സുഹൃത്താണ്, നമ്മൾ ആരെയും സഹായിക്കാനും പോകുന്നില്ല, എതിർക്കാനും പോകുന്നില്ല. പാകിസ്ഥാന് വേണമെങ്കിൽ അങ്ങനെ നിൽക്കാമല്ലോ. പക്ഷെ പാകിസ്ഥാൻ സ്വയം അവരെ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ മുഴുവൻ രക്ഷിതാക്കളായിട്ടാണ്, അല്ലെങ്കിൽ രക്ഷകരായിട്ടാണ്. എന്നിട്ട് ചെയ്യുന്ന പണിയോ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം. ഇന്നിപ്പോ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തിയിൽ പൊരിഞ്ഞടിയാണ്. അഫ്ഗാനിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് ഒത്തുപോകാൻ കഴിയാത്തത്? പാകിസ്ഥാന്റെ ചതി, കൊടും ചതി താലിബാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. സമാനമായ രീതിയിൽ പാകിസ്ഥാന്റെ മറ്റൊരു ചതിയാണ് ഇറാനെതിരെ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഇൻഫർമേഷൻസ്, ഇപ്പോഴത്തെ അവരുടെ ഈ മിലിറ്ററി ഹെഡ് എന്ന് പറയുന്നത് മുൻ ISIയുടെ തലവൻ കൂടിയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ചാര സംഘടനയുടെ സഹായം ഇതിനോടകം തന്നെ അമേരിക്കയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. ഇറാനിൽ എന്തൊക്കെയുണ്ട്, എവിടെയൊക്കെ ഉണ്ട്, എന്താണ് നടക്കുന്നത്, എങ്ങനെ തകർക്കാൻ പറ്റും ഇറാനെ, ഏത് രീതിയിൽ ആക്രമിച്ചാൽ ഇറാൻ ഇല്ലാതാക്കാം. അപ്പോൾ കൂടെ നിന്നുകൊണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞ് കൂടെ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഇറാനെ ചതിച്ചിരിക്കുകയാണ്.
എന്തിനു വേണ്ടിയാണ്? അമേരിക്കയ്ക്ക് വേണ്ടിയാണ്, അമേരിക്കയുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്തെയാണ് ഇസ്ലാമിക സമൂഹം ആദ്യം തിരിച്ചറിയേണ്ടത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന കൂടെ നിന്ന് ചതിക്കുന്ന ആ വഞ്ചകനെ തിരിച്ചറിയാതെ ഒരിക്കലും ഇസ്ലാമിക സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇറാൻ തകരുകയാണെങ്കിൽ അത് നമുക്ക് തന്നെയാണ് വലിയ നഷ്ടം ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വലിയ തിരിച്ചടിയായിരിക്കും, ഒരു തർക്കവും അതിനകത്ത് വേണ്ട. ബംഗ്ലാദേശിൽ നമുക്കുണ്ടായ ഒരു വലിയ നഷ്ടം ഇവിടെയും സംഭവിക്കും. ഇസ്രായേലിന് എന്തെങ്കിലും സംഭവിച്ചാലും അത് നമുക്ക് വലിയ നഷ്ടം തന്നെയാണ്. കാരണം ഇസ്രായേലും നമ്മുടെ സുഹൃത്താണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവരെ വിഷയത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാൻ പോകാത്തൊരു രാജ്യമാണ്. നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു രാജ്യമാണ്. നമുക്ക് വലിയൊരു ജനസംഖ്യയുള്ള രാജ്യമാണ്. നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കാൻ സമയം കിട്ടുന്നില്ല, പിന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം. പക്ഷെ സത്യത്തിൽ പാകിസ്ഥാനിലെ മിലിറ്ററി അവരുടെ ജനങ്ങളോട് ചെയ്യുന്ന ചതിയുണ്ടല്ലോ, ഈ ചതി ഒരു ദിവസം പാകിസ്ഥാനിലെ ജനങ്ങൾ തിരിച്ചറിയും. അന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ ആ രാജ്യത്തിന്റെ അധികാരം, യഥാർത്ഥ ജനാധിപത്യം വീണ്ടെടുക്കും. ഒരുപക്ഷെ അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും അടുത്ത സുഹൃത്തുക്കളായി പോലും മാറാം. പക്ഷേ മിലിറ്ററി ഉള്ളിടത്തോളം കാലം, മിലിറ്ററിയുടെ ഭരണം നിലനിൽക്കുന്നിടത്തോളം കാലം അമേരിക്കയെ പോലെ, ചൈനയെ പോലെ പല രാജ്യങ്ങളും ഈ ഒരു രാജ്യത്തിനെ വെച്ച്, പാകിസ്ഥാനെ വെച്ച് വിലപേശുകയും പല കാര്യങ്ങൾക്കായിട്ട് മിലിറ്ററി ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷെ ആത്യന്തികമായിട്ട് മിലിറ്ററിക്ക് ഗുണമുണ്ടാകും, അവരുടെ നേതാക്കൾക്ക് പൈസ കിട്ടും, അവരുടെ കുടുംബങ്ങൾ ലണ്ടനിലും അമേരിക്കയിലും പോയി സെറ്റിൽഡ് ആവും. സാധാരണക്കാരൻ ഈ കടന്ന് നരകിക്കുന്നത് തുടരുകയും ചെയ്യും. അതാണ് പാകിസ്ഥാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ വർഗീയവാദികളും ഭീകരവാദികളുമായ ഒരു കൂട്ടരുടെ സപ്പോർട്ട് മിലിറ്ററിക്ക് ഉള്ളതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വാ തുറന്നൊന്ന് പ്രതിഷേധിക്കാൻ പോലും അവിടെ കഴിയാറുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.